നമസ്കാരം. സമീപകാല ചരിത്രത്തിലെ ഏറ്റവും രൂക്ഷമായ ഊർജ്ജ പ്രതിസന്ധിയിലൂടെയാണ് ബംഗ്ലാദേശ് കടന്നുപോകുന്നത്. രാജ്യത്ത് കടുത്ത വൈദ്യുതി നിയന്ത്രണങ്ങളാണ് അധികൃതർ നടപ്പിലാക്കിയിരിക്കുന്നത്. ഷോപ്പിംഗ് മാളുകളും വ്യാപാര സ്ഥാപനങ്ങളും രാത്രി 8 മണിയോടെ അടച്ചുപൂട്ടണമെന്ന് സർക്കാർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വ്യവസായ കാർഷിക മേഖലകളെ പ്രതിസന്ധിയിലാക്കിയ ഈ ഊർജ്ജക്ഷാമത്തിന് പരിഹാരമായി രാജ്യം ഇന്ത്യയുടെ സഹായം ഔദ്യോഗികമായി അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. ഗ്രാമീണ മേഖലകളിൽ പ്രതിദിനം 8 മുതൽ 10 മണിക്കൂർ വരെയാണ് വൈദ്യുതി തടസ്സം നേരിടുന്നത്. കടുത്ത ഉഷ്ണതരംഗവും ജനജീവിതം ദുസ്സഹമാക്കിയിട്ടുണ്ട്. നിലവിൽ 18,000 മെഗാവാട്ട് വൈദ്യുതി ആവശ്യമുണ്ടെങ്കിലും 13,000 മെഗാവാട്ടിൽ എത്തിക്കാൻ പോലും അധികൃതർക്ക് സാധിക്കുന്നില്ല. കടുത്ത ലോഡ് ഷെഡിംഗിൽ പ്രതിഷേധിച്ച് ജനങ്ങൾ പലയിടത്തും വൈദ്യുതി വകുപ്പ് ഓഫീസുകൾ ആക്രമിക്കുന്ന സ്ഥിതിയുമുണ്ട്. പ്രകൃതിവാതകത്തിന്റെയും ഇന്ധനത്തിന്റെയും ലഭ്യതയിലുള്ള കുറവാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. ഇറക്കുമതി കുറഞ്ഞതും ടെർമിനലിലുണ്ടായ തീപിടുത്തവും സ്ഥിതി വഷളാക്കി. പ്രതിസന്ധിക്ക് താത്കാലിക പരിഹാരമായി ഇന്ത്യയിൽ നിന്നും കൂടുതൽ ഡീസൽ എത്തിക്കാനാണ് ബംഗ്ലാദേശിന്റെ ശ്രമം. ബംഗ്ലാദേശ് ഊർജ്ജ മന്ത്രി ഇക്ബാൽ ഹസൻ മഹ്മൂദ് ഇന്ത്യൻ ഹൈക്കമ്മീഷണറുമായി നിർണായക കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഇത്തരം വാർത്തകൾ ആദ്യമേ അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.